ഭൂഗോളത്തിന്റെ സ്പന്ദനം സെക്സിലാണെന്ന് പറഞ്ഞ ട്രിവാൻഡ്രം ലോഡ്ജിൽ നിന്ന് ലോകസ്പന്ദനം നന്മയിലാണെന്ന് ചൊല്ലി പഠിപ്പിക്കുന്നു അനൂപ് മേനോൻ. നീല പുസ്തകത്തിൽ നിന്ന് ബൈബിളിലേക്കുള്ള ചുവടുമാറ്റം. ഇതാണ് ഡേവിഡ് ആൻഡ് ഗോലിയാത്ത്. സ്ഫടികത്തിലെ തോമസ് ചാക്കോ ആടുതോമയും ഓട്ടക്കാലണിയുമാകാൻ പോകാതെ ഒരു പള്ളിമേടയിലേക്കാണ് ഒളിച്ചോടിയതെന്ന് കരുതുക. അവിടെ നല്ലവനായ വൈദികൻ മഞ്ഞുപോലെ തണുത്ത തോമസ് ചാക്കോയെ സംരക്ഷിക്കുന്നു. ദുർബലനും നിഷ്കളങ്കനുമായി അവൻ വളരുന്നു. ഒറ്റച്ചക്രത്തിൻ്റെ വിലയുള്ള ഗുണ്ടയാകാതെ ബൈബിൾ കഥയിലെ ദാവീദാകുന്നു. ആൾക്കൂട്ടത്തെ കണ്ടാൽ പേടിയാണ് ദാവീദിന്. മൂക്കിൽ നിന്നും രക്തം കിനിയും. പാഴ്വസ്തുക്കളിൽ നിന്നും ആക്രികളിൽ നിന്നും യന്ത്രങ്ങളുണ്ടാക്കി ചുറ്റുമുള്ളവരെ അമ്പരപ്പിക്കും ദാവീദ്. അച്ചോ, ഇത് ശരിയാവുകയല്ല. അടുക്കളയിലിരുന്ന നല്ല 2 പുട്ടുകുറ്റി, കക്കൂസിലെ ബൾബ്, എന്റെ സൈക്കിളിന്റെ ഡൈനാമ, അതിന്റെ ചവിട്ടുന്ന കുന്ത്രാണ്ടം, പള്ളിയിലിരുന്ന മൈക്കിന്റെ വാലും തുമ്പും എല്ലാം കൂടെ ഈ ചെറുക്കൻ എടുത്തോണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള വണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുക. എടാ, അത് വണ്ടിയും പീപ്പി ഒന്നും അല്ല. ഞാൻ പറഞ്ഞിട്ട് അവനത് ഉണ്ടാക്കിയത്. ആഹാ, അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അച്ഛനും മോനും കൂടെ ഇത് എന്നാ ചെയ്യാനാ പരിപാടി? പുട്ടുകുറ്റി ഇല്ലെങ്കിൽ നാളെ പുട്ട് കിട്ടുകയല്ല. ഡേവിഡേ, നീ അതൊന്ന് കത്തിച്ച് കാണിക്കടാ. ഉണ്ടാക്കി വെച്ചിപ്പോ കത്തിക്കാൻ പോവുകയാണോ? അതല്ല, ബൾബ് കത്തി. പച്ചിലയിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കിയ രാമറിനെയും സോപ്പ് പെട്ടിയിൽ നിന്ന് റേഡിയോ പാടിച്ച തോമസ് ചാക്കോയെയും മധുമുട്ടത്തിൻ്റെ ഭരതൻ ഇഫക്റ്റിൽ ലോകോത്തര കണ്ടുപിടുത്തം നടത്തിയ ഭരതനെയും ദാവീദ് തോൽപ്പിക്കും. പള്ളിമേടയിൽ നിന്ന് ജീവിതത്തിലേക്കെടുത്ത ഫാദർ ജെറാൾഡ് ദാവീദിന് വല്യപ്പച്ചനാണ്. യേശുക്രിസ്തുവാകട്ടെ ഈശോപ്പച്ചനും. തിന്മയുടെ മുഖമായ ഗോലിയാത്തിനെ കവണയെറിഞ്ഞ് വീഴ്ത്തിയ ബൈബിൾ കഥയിലെ നായകനാണ് ഡേവിഡ്. അതുകൊണ്ട് തന്നെ ദാവീദിന് കവണയിൽ കെണിവയ്ക്കാൻ ഒരു ഗോലിയാത്ത് പിറക്കണം. തിരക്കഥയിൽ ബാലചന്ദ്രമേനോനെയും സംഭാഷണത്തിൽ പത്മരാജനെയും ഉപാസിക്കുന്ന അനൂപ് മേനോൻ പ്രത്യക്ഷപ്പെടണമെങ്കിൽ സിനിമ തുടങ്ങി പാതി ദൂരമെങ്കിലും പിന്നിടണം. അപ്പോൾ ഗോലിയാത്തിനെ സ്ക്രീനിൽ കാണാൻ പ്രേക്ഷകർ അത്രത്തോളം ക്ഷമിക്കുക തന്നെ വേണം. നീ അതെന്നാ ഉണ്ടാക്കി? സാറിനെ കളിയാക്കി പറയാം. കളിയാകത്തൊന്നുമില്ല, പറ. അത് ഈ പുട്ടുകുറ്റി, പിന്നെ ഡൈനാമോ, ബൾബ്, പിന്നെ അടുക്കളയിലെ പോക്കോഴില്, പിന്നെ മറ്റേ സൈക്കിളിനെ ചവിട്ടുന്നതില്ലേ സാറേ, അത് എനിക്ക് ശാസ്ത്രമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല സാറേ. അത് സാറിന് കണ്ട ചിലപ്പോൾ മനസ്സിലായെന്നാ കേട്ടോ. നമുക്ക് ഒന്നും ഉണ്ടാക്കിയാലോ ഇവിടെ? നമുക്ക് അതിനേക്കാൾ വലിയ വരണം. അപ്പനപ്പൂപ്പന്മാർ നീക്കിവെച്ച റബ്ബറും കുരുമുളകുമെല്ലാം ഏക്കറിന് വിറ്റുതുലച്ച സണ്ണി ഡേവിഡിൽ നിന്നും പുതിയ ജീവിതം കണ്ടെത്തുന്നു. പുട്ടുകുറ്റിയിലെ ജനറേറ്ററിൽ നിന്ന് ലോകത്തെ അമ്പരപ്പിക്കുന്ന കണ്ടുപിടുത്തം. 100 കോടി കടന്ന കണ്ടുപിടുത്തങ്ങളെ സ്വന്തം പേരിലാക്കാനുള്ള സണ്ണി. ലഭിച്ച സ്നേഹത്തിനും സംരക്ഷണത്തിനും മീതെ മറ്റൊന്നും കൊതിക്കാത്ത ഡേവിഡ്. നന്മയും തിന്മയും തമ്മിലുള്ള കാരംസ് കളി. ഒടുവിൽ കുഴിയിൽ വീഴ്ത്തുന്നവനെ കരയിലേക്ക് പിടിച്ച നന്മയുടെ ഘോഷം. കാലം ഓർമ്മ പുതുക്കുന്ന നേട്ടങ്ങളിൽ പലതും രക്തവും വിയർപ്പും കുതിർന്ന കുറെ ത്യാഗങ്ങളാണെന്ന ബൈബിൾ പാഠം. സ്വാർത്ഥതയുടെ ആൾക്കൂട്ടത്തെ കണ്ടാൽ രക്തം വിയർക്കുന്ന ഡേവിഡ് ക്രിസ്തു തന്നെയാണെന്ന് വാദിച്ചാലും ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് കണ്ടിരിക്കാവുന്ന സിനിമയാകില്ല. ഇനി ഇത് അവന് കറക്കുമ്പോൾ കത്തുന്ന ബൾബുള്ള യന്ത്രത്തിന്റെ ഉടമ. ഞാൻ അവനെ എന്റെ തോളോട് ചേർത്ത് വളർത്തത്തില്ലയോ? ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 4 ഹ്രസ്വചിത്രങ്ങളെങ്കിലും യൂട്യൂബിൽ സ്വയം പ്രകാശിതമാകുന്നുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. നവസാങ്കേതിക സൗകര്യങ്ങളെ ഗ്രഹിച്ച മലയാള സിനിമ കാലത്തിനൊത്ത് വേഗം കൂട്ടിയപ്പോഴാണ് കുട്ടി സിനിമകളും കൂട്ടത്തിൽ ഓടിത്തുടങ്ങിയത്. മാസത്തിൽ ചുരുങ്ങിയത് 25 കുട്ടി സിനിമകളും 10 വലിയ സിനിമകളും കാഴ്ചക്കാരെ തെരയുന്നുവെന്ന് ചുരുക്കം. വലിയ സിനിമകളോട് മത്സരിക്കുന്ന കുട്ടി സിനിമകളും ഏറെയുണ്ട് കൂട്ടത്തിൽ. അപ്പോഴാണ് ഒരു ഹ്രസ്വചിത്രത്തിന് മാത്രം സാധ്യതയുള്ള തിരക്കഥയെ നീട്ടി നടത്തി ഡേവിഡ് ആൻഡ് ഗോലിയാത്താക്കിയത് അനൂപ് മേനോൻ. നന്മയുടെ വീഞ്ഞിൽ മുക്കി പുറംപൂച്ചുകളുടെ ചാരായം കുടിപ്പിക്കാനുള്ള ശ്രമം. പതിഞ്ഞ ശബ്ദത്തിലും ഉറച്ച ശബ്ദത്തിലും ബൈബിൾ വചനങ്ങൾ മാത്രം. ആഭാസ് ആഘോഷങ്ങളുടെ ലോഡ്ജിറങ്ങി പള്ളിമുറ്റത്തേക്ക് നീട്ടിയൊരു കുമ്പസാരം. ഏതായാലും പള്ളിമുറ്റത്തും ഈശോപ്പച്ചന് മുന്നിലും നിന്നു തിരിയുന്നതല്ലാതെ ജെറാൾഡ് അച്ഛനോ കപ്പ്യാരോ ദാവീദോ പള്ളിക്കകത്ത് കയറുന്നേയില്ല. പള്ളിയിൽ കയറാതെ പറമ്പിൽ ചുറ്റിയാൽ പിന്നെ അച്ഛനെ പാമ്പ് കടിക്കില്ലേ എന്ന് പ്രേക്ഷകരും സംശയിച്ചു പോകും. തോട്ടിൽ ചൂണ്ടയിട്ട് ഇരയെ കാത്തിരിക്കുന്ന അനൂപ് മേനോന്റെ ഗോലിയാത്താകട്ടെ
ആടുതോമയുടെയും സേതുമാധവൻ്റെയും മാത്രമല്ല സേതുരാമയ്യരുടെയും ഉപാസകനാണ്. പുട്ടുകുറ്റിയിലെ കടമുദ്ര നോക്കിയാണ് ഇക്കണ്ട അത്ഭുതങ്ങളുടെ കണ്ടുപിടുത്തക്കാരനെ സണ്ണി കണ്ടുപിടിക്കുന്നത്. ഈ കളിപ്പാട്ടത്തിന്റെ പള്ളയില് വേറൊരു വലിയ കളി ഉണ്ടല്ലോടാ ജമാച്ചേല്. Inspired by real events. ഒരു കല്ലും കവണയും കൊണ്ട് ഇസ്രായേലിയരെ സംരക്ഷിച്ച ദാവീദിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ് യുദ്ധം. വാർക്കപ്പണിക്ക് പോകുന്ന പാവം തമിഴ് തൊഴിലാളിയാകട്ടെ വില്ലനും പെണ്ണുപിടിയനുമാകണമെന്ന നിർബന്ധവുമുണ്ട് തിരക്കഥാകൃത്തിന്. ശരവണന്റെ ഗോലിയാത്തോ സത്യ സാറ്. No one knows the secret. ട്രിവാൻഡ്രം ലോഡ്ജിൽ ലോഡ്ജ് പൊളിക്കുമ്പോൾ കിടപ്പാടം നഷ്ടമായ നായകൻ. ഇവിടെ പള്ളി പൊളിക്കുമ്പോൾ കൂടുപോയ നായകൻ. ദൈവത്തിരുമകനിലെ വിക്രമിന്റെ കഥാപാത്രത്തെ തോന്നിക്കും കാഴ്ചയിൽ ഡേവിഡ്. അബ്ദുവിന് ശേഷം ജയസൂര്യയുടെ പക്വത അനുഭവപ്പെടുത്തിയ പ്രകടനം തന്നെ. സ്വന്തം തിരക്കഥയിൽ മറ്റു സിനിമകളിലേതിനേക്കാൾ നന്നായി അഭിനയിക്കുന്ന അനൂപ് മേനോൻ തിരക്കഥയിൽ കാട്ടിയതിനേക്കാൾ വലിയ ഉഴപ്പ് പ്രകടനത്തിലും കാഴ്ചവെച്ചു. ആദ്യ പകുതിയിൽ സൗമ്യ എന്ന നായികയും രണ്ടാം പകുതിയിൽ അനുമോളും. ദുശീലങ്ങൾ ഒന്നുമില്ലാതെ അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ വെമ്പുന്ന രണ്ട് പാവം നായികമാർ. വീട്ടിൽ നന്മയേറെയുള്ള ചെറുപ്പക്കാരൻ എത്തിയെങ്കിലും അവിഹിത ചിന്തയില്ല നായികയ്ക്ക്. വില്ലനെ തല്ലാനൊക്കാത്ത കാമുകനെ കിട്ടിയിട്ടും സങ്കടവുമില്ല മറ്റൊരു നായികയ്ക്ക്. മഴവിൽ മഞ്ഞിൽ ചേരും ചെറുചായം പോ മെല്ലെ എൻ മിഴിയിൽ നീ ഇലവീഴ പൂഞ്ചോലയെന്നും അതിരില്ല ജലശയ്യ തീർക്കും നിലവിൽ സ്ത്രീവിരുദ്ധതയും നാഗരികതയും നാനാർത്ഥമുള്ള സംഭാഷണങ്ങളും ഒഴിവാക്കി നന്മയുടെ ബൈബിൾ മറിച്ചപ്പോഴും നൊസ്റ്റാൾജിയ സിനിമകളുടെ വെട്ടിക്കൂട്ടലുകളെ കൈവിട്ടിട്ടില്ല അനൂപ് മേനോൻ. സ്ഫടികത്തിലെ ആടുതോമയും കിരീടത്തിലെ സേതുമാധവനും മോഹൻലാൽ ഇന്നലകളുടെ ആരാധന ഇത്തവണയുമുണ്ട്. കണ്ട മാത്രയിൽ ആരാധകരുടെ കയ്യടി വാങ്ങാനാണെങ്കിലും തല്ലുകൂടി നേടാത്ത നായകനാണ് തൻ്റേതെന്ന് പറയാനാണ് അനൂപ് ഈ സിനിമാ ശകലങ്ങൾ കാട്ടിയതെന്ന് വിശ്വസിക്കാനാകില്ല. സർവകലാശാലയിലെ അതിരുകാക്കും മലയൊന്നു തുടുത്തേ എന്ന കാവാലം ഗാനവും പുതിയ ശബ്ദത്തിൽ സിനിമയിൽ. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകതാ തുടുത്തേ തകതകതാ അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകതാ തുടുത്തേ തകതകതാ അങ്ങു കിഴക്കത്തെ ചെന്താമര കുളിരിന്റെ ഈറ്റില തറയില് പേറ്റുനോവിൽ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തകതകതാ ഉരുകിയൊലിച്ചേ തകതകതാ. വെറും കല്ലും കവണയും കൊണ്ട് ഇസ്രായേലിയരെ സംരക്ഷിച്ച ദാവീദിനെ പോലെ രണ്ട് വരിയും രണ്ട് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ സിനിമയെ തന്നെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം ഏതായാലും നന്മയുള്ള പ്രേക്ഷകരാൽ തന്നെ തിരുത്തപ്പെട്ടു. ദേശീയ ശ്രദ്ധ നേടിയ സിനിമകളൊരുക്കിയ സംവിധായകൻ രാജീവ് നാഥിൻ്റെ സാന്നിധ്യം ഇവിടെ കാണാനുമില്ല. വാഗമണിൻ്റെ സൗന്ദര്യം ക്യാമറയിലാക്കിയ ഛായാഗ്രാഹകൻ ജിത്തു ദാമോദറിന് ഗുണം ചെയ്യും ഏതായാലും സിനിമ. നല്ല തിരക്കഥാകൃത്ത് എന്ന സ്വന്തം സാധ്യതകളെ വെട്ടി വീഴ്ത്തരുത് അനൂപ് മേനോൻ എന്ന് പറഞ്ഞു നിർത്തുന്നു ബോക്സ് ഓഫീസ്.